നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങൾ ചെന്ന് ചാടാറുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പലരും കമന്റ് ഇട്ടിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗർഭിണിയാണെന്ന് ദിയ വെളിപ്പെടുത്തിയത്. കുഞ്ഞതിഥിയുടെ വരവ് കാത്തിരിക്കുകയാണ് ദിയ കൃഷ്ണ. 4-ാം മാസത്തിലേക്ക് കടന്നതോടെയാണ് എല്ലാം ആസ്വദിച്ചു തുടങ്ങിയതെന്ന് ദിയ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം താരപുത്രി പങ്കുവെക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രതീക്ഷയോടെ ടെസ്റ്റ് ചെയ്തപ്പോഴെല്ലാം നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്രതീക്ഷിതമായാണ് പോസിറ്റീവായത്. ജലദോഷം വന്നപ്പോൾ ഗുളിക കഴിക്കാമോ എന്ന സംശയമായിരുന്നു. അങ്ങനെയാണ് അമ്മയോട് ദിയയും അശ്വിനും സംശയത്തെക്കുറിച്ച് പറഞ്ഞത്. ആശുപത്രിയിൽ പോയി സംശയ നിവാരണം നടത്തുകയായിരുന്നു. പിന്നീട് ഛർദിയും ക്ഷീണവും ഒക്കെയായി സ്ഥിരമായി ട്രിപ്പ് ഇടുമായിരുന്നു. മൂഡ് സ്വിങ്സും കൂടുതലായിരുന്നു. പഴയ പോലെയായി ജീവിതത്തിലേക്ക് ഇനി എത്താനാവില്ലേ എന്ന് പോലും സംശയിച്ചിരുന്നു ദിയ. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം കരച്ചിലായിരുന്നു. ഇതെന്തിനാണ് ഓസി ഇങ്ങനെ കരയുന്നതെന്ന് ഓർത്ത് ഇഷാനി വരെ സ്റ്റക്കായി പോയിട്ടുണ്ട്. അശ്വിനുമായി വഴക്കിടുന്നതും സ്ഥിരം സംഭവമായിരുന്നു. ആ മണം പോലും പറ്റില്ലായിരുന്നു. അതോടെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. മീൻ വിഭവങ്ങളായിരുന്നു കൂടുതൽ താല്പര്യം. ആ മണം പോലും പറ്റില്ലായിരുന്നു എനിക്കെന്നാണ് അശ്വിൻ പറഞ്ഞത്. തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാം ആസ്വദിക്കാൻ പറ്റുമെന്നായിരുന്നു ദിയയോട് അശ്വിൻ പറഞ്ഞിരുന്നത്. 3-ാം മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അവസ്ഥ മാറിയത്. ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ആസ്വദിക്കാൻ തുടങ്ങി. പുറത്തേക്ക് പോയി തുടങ്ങിയതും അപ്പോഴാണ്. ഇപ്പോൾ ഓരോന്ന് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരും എല്ലാം എത്തിച്ചു തരുന്നുമുണ്ട്. ബോൾ ഐസ്ക്രീം വാങ്ങാതെ വീട്ടിലേക്ക് അമ്മ വന്നാൽ ഇതാണ് അവസ്ഥ. രാപ്പകലിലെ മമ്മൂട്ടിയുടെ ഇമോഷണൽ ഡയലോഗ് പങ്കിട്ടിരിക്കുകയാണ് ദിയ. അത്രയ്ക്കുള്ളൂ നമ്മൾ തമ്മിൽ. മോനെ വിളിക്കേണ്ട എന്നെ അങ്ങനെ. ഞാൻ നിങ്ങളുടെ ആരാണെന്നാ ചോദിച്ചത്. ആരുമല്ല 3 വട്ടം ആരുമല്ല. ശാരദയും മമ്മൂട്ടിയും ഒന്നിച്ചുള്ള വീഡിയോയായിരുന്നു ദിയ പങ്കുവച്ചത്. തണ്ണിമത്തനും ചാമ്പക്കയും തെങ്ങിന്റെ കരിക്കും ഒക്കെയാണ് ഇഷ്ടം. ഊണിനൊപ്പം സാമ്പാറും ഇലക്കറികളും മീനും ഒക്കെ നിർബന്ധമാണ്. ഇഷ്ടമുള്ളതെല്ലാം ആസ്വദിച്ച് തന്നെയാണ് ദിയ കഴിക്കുന്നത്. കുറഞ്ഞ അളവിലായി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഗ്യാസ് പ്രശ്നങ്ങളൊന്നും വരാതെ നോക്കുന്നുണ്ടെന്നും ദിയയും അശ്വിനും വ്യക്തമാക്കിയിരുന്നു. ഇനി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.